ഇതിപ്പോൾ ബാംഗ്ലൂർ റൂട്ടിലാണ് നിൽക്കുന്നത്. സേലം. ഞാൻ സേലത്തെത്തി നിൽക്കുക ഇപ്പോൾ വണ്ടിയുണ്ട്. ഇവിടെ കിടന്നുറങ്ങിയത്. ഇവിടെ ലോഡുണ്ടായിരുന്നു കേട്ടോ, വെറുതെ വന്നതല്ല. ഇവിടത്തേക്ക് മെർക്കുറി എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്ത് സേലം ഞാൻ കിടക്കണ എൻ്റെ ഒരു 100 മീറ്റർ അപ്പുറത്ത് മെർക്കുറിയിലേക്ക് TMC കയറ്റി വന്നായിരുന്നു. എനിക്കത് കണ്ട കഴിക്കാൻ പോയതായിരുന്നു. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഇവിടുന്ന് ബെല്ലാരിക്കാണ് പോകുന്നത്. കാലി MT ആയിട്ട് ബെല്ലാരിക്ക് പോവാണ്. അപ്പം ഇവിടുത്തെ പരിപാടിയൊക്കെ തീർന്നു. ഇനിയിപ്പോൾ ഈ ലോഡിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. അതായത് ഇവിടുന്ന് കാലിക്ക് ചെല്ലണമല്ലോ, പോകുന്ന റൂട്ട് കാര്യങ്ങളൊക്കെ ഏകദേശം അറിയാമെന്ന് തോന്നുന്നു. ഇവിടുന്ന് നേരെ സേലത്തിന്, ഇപ്പോൾ നിൽക്കുന്ന സേലത്തിന് കൃഷ്ണഗിരി, ബാംഗ്ലൂർ, സീറ, ഹിരിയൂര്, ബെല്ലാരി, ഇതാണ് റൂട്ട്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇവിടുന്ന് സേലം, ബാംഗ്ലൂര്, ഹിരിയൂരിന്ന് റൈറ്റാണ് പോകേണ്ടത്. ഹിരിയൂർ റൈറ്റ്, ബെല്ലാരി, ഇതാണ് റൂട്ട്. അപ്പം ഞാൻ ഈ ട്രിപ്പ് എന്തൊക്കെയാണെന്ന് നോക്കട്ടെ. അതായത് ഇതിനകത്ത് മിക്കവാറും കേരളത്തിലേക്കായിരിക്കും വീണ്ടും ലോഡ് ഇടാൻ പോണത്. ഇവർക്ക് കാലിക്കൊന്നും പോകുന്നതൊരു വിഷയമല്ല. വണ്ടി ഫ്രീ ആയിട്ട് ഓടിക്കുന്നാലും അവർക്ക് അങ്ങോട്ടേക്ക് ഇട്ടാലും എങ്ങോട്ടിട്ടാലും ഒരു വിഷയമില്ലാതെ കേട്ടിട്ടാണ് അതൊക്കെ. അതുകൊണ്ട് പതിയെ ഇവിടുന്ന് വിടാം. അപ്പോൾ പോകുന്ന റൂട്ടിൽ കാണുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, വണ്ടി സ്റ്റാർട്ട് ചെയ്തു, എയർ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം 550-550 500-550 ഇടയ്ക്കാണ് കിലോമീറ്ററുകൾ എന്താണ് 530 കിലോമീറ്ററൊക്കെ ഉണ്ടാവും. നോക്കട്ടെ. അപ്പം ഇവിടുന്ന് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം സമയം വന്നിട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് 9:40. 9:39. ഓക്കെ, 9:39. പശുവിനെ കൊണ്ട് പോകുന്നതുണ്ടോ വണ്ടിയിൽ? പശു അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മാറി. ഇപ്പം ഫ്രണ്ടിൽ അതിൻ്റെ കുഞ്ഞുണ്ട്, പശുവും കുഞ്ഞുമാണ്. വേണ്ട മാറിയണ്ട അത് ഇങ്ങോട്ട്, അതനുസരിച്ചിട്ട് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് തിന്നുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ മാമ്പഴത്തിന്റെ സീസണാ. മൽഗോവ എന്ന് വേണ്ട എന്തോരം മാങ്ങയാണെന്ന് അറിയോ, നിറച്ച് മാമ്പഴങ്ങളായത് കണ്ടോ. ഇവിടെ നിറച്ചും കടകള്, മാമ്പഴത്തിന്റെ കടകളാണ് ഇവിടെ മുഴുവനുള്ളത്. മനസ്സിലായ? പാമ്പ് പോണവര് പോണ കാണാം കേട്ടാ. ബാംഗ്ലൂര് 180 കിലോമീറ്റർ. ഓക്കെ,
ഉണ്ട്, അത് കാണിച്ചത്. നമുക്ക് ഈ ഹാൻഡ് ബ്രേക്ക് എന്ന് പറഞ്ഞ മാതിരി തന്നെ ഹാൻഡ് ബ്രേക്ക് ഫ്രണ്ടിൽ ജീപ്പിലുള്ള മാതിരി തന്നെ ട്രെയിലറിനും ഇതേമാതിരി തന്നെ ഒരു ബ്രേക്കിംഗ് സ്വിച്ച് ഉണ്ട്. അത് ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൺ ചെയ്തിടും. ലോഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോഡ് ഇറക്കി അൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്തിടണം. അപ്പോൾ ടയർ ഒരുപാട് തേയ്മാനം ഉണ്ടാവില്ല. ബ്രേക്കിന് അധികം ബാക്കിലേക്ക്, ജീപ്പിന് മാത്രമേ ആ ഒരു ഇത് വരത്തുള്ളൂ. അതാണ് അതിൻ്റെ പ്രത്യേകത. ഈ വണ്ടിയുടെ ട്രെയിലർ ബ്രേക്ക് എന്ന് പറഞ്ഞാലേ, ട്രെയിലർ ബ്രേക്ക് എന്ന് പറയുന്ന സംഭവം ഇവിടെ നടുക്കായിട്ട്, അതായത് ഈ 3 ആക്സിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് വരും. കണ്ടോ, ഇതിപ്പോൾ ഓഫ് പൊസിഷനിലാണ് എൻ്റെ വണ്ടിയുടെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് മേളിലേക്ക് ഇതിങ്ങനെ വലിക്കുക, മേളിലേക്ക് ആക്കുക. ഇങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ലോക്കായി, ഇത് ബ്രേക്കായി. ഇപ്പോൾ വണ്ടിക്ക് സാധാരണഗതിയിൽ വരുന്നത് ഇങ്ങനെ ആക്കിയാലാണ് ബ്രേക്ക് ആവേണ്ടത്. പക്ഷേ എനിക്ക് നേരെ തിരിച്ചായി ഇപ്പോൾ വന്നേക്കണത്. ഇങ്ങനെ ഇട്ട് ബ്രേക്ക് കുറവാണെന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ ഇങ്ങനെ ഇട്ട് ഓടിച്ച് നോക്കട്ടെ. വണ്ടിയിൽ ലോഡുള്ളപ്പോഴേ അറിയാൻ പറ്റുള്ളൂ ഒരു ബ്രേക്ക് ഉണ്ടോ ഇല്ല എന്നുള്ളത്. ലോഡുള്ള സമയത്താണ് ബ്രേക്ക് ഇട്ട് ഓടേണ്ടത്. ബ്രേക്ക് ഓഫ് ചെയ്ത് ഓടേണ്ടത് ലോഡില്ലാത്ത സമയത്ത്. അപ്പം തന്നെ ലോഡ് ഇറക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ ബ്രേക്ക് ഓഫ് ചെയ്യണം. ട്രെയിലർ ബ്രേക്ക് ഓഫ് ചെയ്യണം, എന്നിട്ട് വേണം വണ്ടി ഓടിക്കാനായിട്ട്. ഇവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തി ഞാൻ തൊപ്പൂര് കഴിഞ്ഞിട്ട് ഇങ്ങ് വന്നതാണ്. അപ്പോൾ ഇവിടെ പ്രഭാകരൻ, ഞാൻ പറയാറുണ്ടല്ലോ പ്രഭാകരൻ ഇപ്പോൾ 2-3 പ്രാവശ്യം പറയണത്. അവൻ്റെ വണ്ടി ഫ്രണ്ടിലുണ്ടായിരുന്നു. അവൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുക. എൻ്റെ അടുത്ത് വന്നു. ലൊക്കേഷൻ തന്നിട്ടുണ്ടായിരുന്നു. ആ വണ്ടിക്കകത്തുണ്ട് ആള്. ഹലോ, ഓപ്പൺ. ഇതാ പ്രഭാകരൻ. നമസ്കാരം. ഇവർ വന്നിട്ട് ഗൾഫിലൊക്കെ ആയിരുന്നു, നമ്മുടെ കുവൈറ്റിലൊക്കെ ഉണ്ടായിരുന്നതാ നേരത്തെ. ഇവിടെ വന്നിട്ട് ഇപ്പം എവിടെ നാളാ വെച്ചിങ്ങനെ? അല്ല, എന്ത് കമ്പനിയിൽ 3 മാസമോ? 3 മാസം ആച്ചാ? അപ്പോൾ പാക്കലേ അതിൻ്റെ അപ്പോൾ ലോക്കലിലാണ് ഓടിക്കൊണ്ടിരുന്നേന്ന്. ഏത് ട്രെയിലറില്ലേ അത്? ആമാവാ. എന്താ വണ്ടി? ഓ, ഇങ്ങനെ ഒരു മാസമാകും. சரி போகலாம். முன்னாடி போயிருங்க. അവരാണ് പ്രഭാകരൻ. കുംഭകോണം അവരുടെ വീട്.